പ്രിയപ്പെട്ട കുട്ടികളെ, ഫിസിക്സിന്റെ ഓൺലൈൻ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ ക്ലാസ്സിൽ ലോസ് ഓഫ് മോഷൻ എന്ന ചാപ്റ്ററിന്റെ 2 ക്ലാസ്സുകൾ നമ്മൾ ഡിസ്കസ് ചെയ്തപ്പോൾ ഫസ്റ്റ് ലോ ഓഫ് മോഷൻ, ന്യൂട്ടൺസ് ഫസ്റ്റ് ലോ ഓഫ് മോഷൻ വരെയുള്ള കാര്യങ്ങളാണ് നമ്മൾ ഇതുവരെ ചർച്ച ചെയ്തത്. ഇന്ന് ന്യൂട്ടന്റെ സെക്കൻഡ് ലോ, ന്യൂട്ടന്റെ തേർഡ് ലോ തുടങ്ങിയ കാര്യങ്ങൾ ചർച്ച ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. ന്യൂട്ടന്റെ ഫസ്റ്റ് ലോയില് നമ്മൾ പറഞ്ഞു നിർത്തിയത് ഇങ്ങനെയാണ്: എവരി ബോഡി കണ്ടിന്യൂസ് ഇറ്റ്സ് സ്റ്റേറ്റ് ഓഫ് റെസ്റ്റ് ഓർ സ്റ്റേറ്റ് ഓഫ് യൂണിഫോം മോഷൻ അലോങ് എ സ്ട്രേറ്റ് ലൈൻ അണ്ടിൽ ആൻ എക്സ്റ്റേണൽ ഫോഴ്സ് ആക്ട് ഓൺ ഇറ്റ്. അപ്പോൾ ഒരു എക്സ്റ്റേണൽ ഫോഴ്സ് ആക്ട് ചെയ്താൽ മാത്രമേ ഒരു ബോഡിയുടെ സ്റ്റേറ്റ് ചേഞ്ച് ചെയ്യുക, സ്റ്റേറ്റ് ഓഫ് റെസ്റ്റ് ഓർ സ്റ്റേറ്റ് ഓഫ് യൂണിഫോം മോഷൻ, ഈ 2 സ്റ്റേറ്റും ചേഞ്ച് ചെയ്യണമെങ്കിൽ ഒരു എക്സ്റ്റേണൽ അൺബാലൻസ്ഡ് ഫോഴ്സ് കൊടുക്കണം. ഇതാണ് നമ്മൾ പറഞ്ഞത്. അതിന് നമുക്ക് മനസ്സിലായത് ഈ 2 സ്റ്റേറ്റിന്റെയും പ്രത്യേകത അവിടെ ആക്സിലറേഷൻ 0 ആണ് എന്ന് പറഞ്ഞാൽ ആക്സിലറേഷൻ പ്രൊഡ്യൂസ് ചെയ്യണമെങ്കിൽ, ഈ 2 സ്റ്റേറ്റും ചേഞ്ച് ചെയ്യാന്ന് പറഞ്ഞാൽ ആക്സിലറേഷൻ ഉണ്ടാക്കണമെങ്കിൽ ഒരു ഫോഴ്സ് വേണം. ആക്സിലറേഷൻ ഉണ്ടാക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെലോസിറ്റി ചേഞ്ച് ചെയ്യുകയാണ്. വെലോസിറ്റി ചേഞ്ച് ചെയ്യുമ്പോഴാണ് ആക്സിലറേഷൻ ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ നമുക്ക് പറയാൻ പറ്റും വെലോസിറ്റി ചേഞ്ച് ചെയ്യണമെങ്കിൽ ഒരു ഫോഴ്സ് വേണം. ഇതാണ് നമുക്ക് ന്യൂട്ടന്റെ ഫസ്റ്റ് ലോ എന്ന് മനസ്സിലായത്. പിന്നീട് നമ്മൾ ലീനിയർ മൊമെന്റം പറഞ്ഞു. ലീനിയർ മൊമെന്റം എന്ന് പറഞ്ഞാൽ അത് പ്രോഡക്റ്റ് ഓഫ് മാസ് ആൻഡ് വെലോസിറ്റി ഓഫ് എ ബോഡി ആണ്. പി ഈക്വൽ ടു എം ഇൻറ്റു വി, മാസ് ഇൻറ്റു വെലോസിറ്റി ആണ്. അപ്പോൾ വെലോസിറ്റി ചേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും മൊമെന്റം ചേഞ്ച് ചെയ്യും. കാരണം പിന്റെ ഇക്വേഷൻ, മൊമെന്റത്തിന്റെ ഇക്വേഷൻ മാസ് ഇൻറ്റു വെലോസിറ്റി ആണ്. അതുകൊണ്ട് വെലോസിറ്റി ചേഞ്ച് ചെയ്താൽ മൊമെന്റം ചേഞ്ച് ചെയ്യും. എന്നിട്ട് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഇങ്ങനെ പറഞ്ഞു, അതായത് ന്യൂട്ടന്റെ ഫസ്റ്റ് ലോ പ്രകാരം ആക്സിലറേഷൻ ഉണ്ടാക്കണമെങ്കിൽ എന്ന് പറഞ്ഞാൽ വെലോസിറ്റി ചേഞ്ച് ചെയ്യണമെങ്കിൽ, വെലോസിറ്റി ചേഞ്ച് ചെയ്യാന്ന് പറഞ്ഞാൽ മൊമെന്റം ചേഞ്ച് ചെയ്യാൻ ഫോഴ്സ് വേണം. ഇതാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ അവസാനം പറഞ്ഞു നിർത്തിയത്. അപ്പോൾ ചേഞ്ച് ഇൻ മൊമെന്റവും ഫോഴ്സും തമ്മിൽ ഒരു റിലേഷൻ ഉണ്ട്. ഏതൊരു ബോഡിന്റെ മൊമെന്റം ചേഞ്ച് ചെയ്യണമെങ്കിലും അവിടെ ഒരു ഫോഴ്സ് വേണം. ഇതാണ് നമ്മൾ പറഞ്ഞത്. അപ്പൊ ചേഞ്ച് ഇൻ മൊമെന്റും ഫോഴ്സും തമ്മിൽ എന്താ ബന്ധം? ആ ബന്ധമാണ് ന്യൂട്ടന്റെ സെക്കൻഡ് ലോ പറയുന്നത്. നോക്കൂ, ന്യൂട്ടൺ സെക്കൻഡ് ലോ ഓഫ് മോഷൻ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്. പരീക്ഷയ്ക്ക് പല പ്രാവശ്യം ഇത് ചോദിച്ചിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് നിർബന്ധമായിട്ടും മുഴുവൻ കുട്ടികളും ഈ സ്റ്റേറ്റ്മെന്റ് പഠിക്കണം. ദ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ലീനിയർ മൊമെന്റം, ചേഞ്ച് ഇൻ ലീനിയർ മൊമെന്റത്തിന്റെ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ലീനിയർ മൊമെന്റം ഓഫ് എ ബോഡി ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ദ എക്സ്റ്റേണൽ ഫോഴ്സ് അപ്ലൈഡ്, and this change means change in linear momentum, and this change takes place in the direction of applied force. അപ്പോൾ ന്യൂട്ടന്റെ സെക്കൻഡ് ലോ പറയുന്നത് ദ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ലീനിയർ മൊമെന്റം, ലീനിയർ മൊമെന്റത്തിന്റെ ചേഞ്ച്, ആ ചേഞ്ചിന്റെ റേറ്റ് ഓഫ് എന്ന് പറഞ്ഞാൽ ഫിസിക്സിൽ ഡിവൈഡഡ് ബൈ ടൈം എന്നർത്ഥം. റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ലീനിയർ മൊമെന്റം എന്ന് പറഞ്ഞാൽ ചേഞ്ച് ഇൻ ലീനിയർ മൊമെന്റം ബൈ ടൈം. റേറ്റ് ഓഫ് ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറഞ്ഞാൽ ഡിസ്പ്ലേസ്മെന്റ് ബൈ ടൈം. റേറ്റ് ഓഫ് വെലോസിറ്റി എന്ന് പറഞ്ഞാൽ വെലോസിറ്റി ബൈ ടൈം. ഇതാണ് അർത്ഥം. റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് വെലോസിറ്റി, ചേഞ്ച് ഇൻ വെലോസിറ്റി ബൈ ടൈം എന്നർത്ഥം. അപ്പൊ റേറ്റ് ഓഫ് എന്ന് പറഞ്ഞ വാക്കിനകത്ത് തന്നെ ഡിവൈഡഡ് ബൈ ടൈം എന്നുണ്ടാവും. നോക്കൂ, അപ്പൊ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ലീനിയർ മൊമെന്റം, ഒരു ബോഡിയുടെ ലീനിയർ മൊമെന്റത്തിന്റെ ചേഞ്ച് ഡിവൈഡഡ് ബൈ ടൈം നമുക്ക് ചെയ്യുകയാണെങ്കിൽ ഇറ്റ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു, അത് എന്തിന് നേർ അനുപാതത്തിലാണ്? ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ദ എക്സ്റ്റേണൽ ഫോഴ്സ്. നമ്മൾ കൊടുക്കുന്ന അപ്ലൈഡ് ഫോഴ്സിന്, അപ്ലൈഡ് എക്സ്റ്റേണൽ ഫോഴ്സിന് ഡയറക്ട്ലി നേർ അനുപാതത്തിലായിരിക്കും. ആൻഡ് ദിസ് ചേഞ്ച് ടേക്സ് പ്ലേസ് ഇൻ ദ ഡയറക്ഷൻ ഓഫ് ഫോഴ്സ്. നമ്മൾ കൊടുത്ത ഫോഴ്സിന് അതേ ഡയറക്ഷനിൽ തന്നെ ആയിരിക്കും, അതേ ദിശയിൽ തന്നെയായിരിക്കും ഈ ചേഞ്ച് നടക്കുകയും ചെയ്യുക. എന്ന് പറഞ്ഞാൽ ഒരു ബോഡിക്ക് ഉണ്ടാകുന്ന ആക്ക വ്യത്യാസത്തിന്റെ നിരക്ക് അതിലേക്ക് നമ്മൾ കൊടുക്കുന്ന എക്സ്റ്റേണൽ ആയിട്ട് കൊടുക്കുന്ന ബാഹ്യബലത്തിന് നേർ അനുപാതത്തിലും, മാത്രവുമല്ല ഈ ചേഞ്ച്, ഈ ആക്ക വ്യത്യാസത്തിന്റെ ചേഞ്ച് അത് കൊടുക്കുന്ന ഫോഴ്സിന്റെ അതേ ഡയറക്ഷനിലും ആയിരിക്കും. ഇതാണ് നമ്മൾ പറഞ്ഞത്. അപ്പോൾ ദ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ലീനിയർ മൊമെന്റം സ്റ്റേറ്റ്മെന്റ് എന്തായാലും പഠിക്കുക. ദ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ലീനിയർ മൊമെന്റം ഇറ്റ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ദ എക്സ്റ്റേണൽ ഫോഴ്സ് ആൻഡ് ദിസ് ചേഞ്ച് ടേക്സ് പ്ലേസ് ഇൻ ദ ഡയറക്ഷൻ ഓഫ് അപ്ലൈഡ് ഫോഴ്സ്. ഓക്കെ, ഇനി നമുക്ക് അതിൽ നിന്നൊരു ന്യൂട്ടന്റെ സെക്കൻഡ് ലോന്റെ സ്റ്റേറ്റ്മെന്റ് ആണ് നമ്മൾ പറഞ്ഞത്. ഇനി അതിൽ നിന്നൊരു മാത്തമാറ്റിക്കൽ ഫോം നമുക്ക് ഉണ്ടാക്കണം. നോക്കൂ, അപ്പോൾ അക്കോർഡിംഗ് ടു ന്യൂട്ടൺ സെക്കൻഡ് ലോ നമുക്ക് പറയാൻ പറ്റും റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെന്റം ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ഫോഴ്സ്. ഇതാണ് പറഞ്ഞത്. റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെന്റം എന്ന് പറഞ്ഞാൽ ചേഞ്ച് ഇൻ മൊമെന്റം ബൈ ടൈം എന്ന് എഴുതാൻ പറ്റും. നിരക്കാണ് അല്ലെ റേറ്റ് ഓഫ് എന്ന് പറഞ്ഞാൽ, നിരക്ക്. അപ്പോൾ ആക്ക വ്യത്യാസത്തിന്റെ നിരക്ക്, റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെന്റം. അപ്പൊ ചേഞ്ച് ഇൻ മൊമെന്റം ബൈ ടൈം, അത് എന്തിനാ ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണ്? ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ എന്നുള്ളതിന്റെ ചിഹ്നമാണ് നമ്മൾ അവിടെ കൊടുത്തിട്ടുള്ളത്.
ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ. ഓക്കെ, ഒരു ആൽഫ രൂപത്തിൽ ആണ് വരിക, ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ഫോഴ്സ്. അത് ഫോഴ്സിന് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണ്. ഏത്? റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെന്റം ബൈ ടൈം. അപ്പൊ നമുക്ക് അതിന് വേണ്ടി മാത്തമാറ്റിക്കൽ ആക്കി എഴുതാൻ പറ്റും. സോ എഫ് ഫോഴ്സ് നമ്മൾ എഫ് എന്ന് കൊടുത്തു. എഫ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു എന്നിട്ടു ചേഞ്ച് ഇൻ മൊമെന്റം ബൈ ടൈം. നമ്മൾ തിരിച്ചെഴുതിയതാണ്, അത് നമ്മൾ അങ്ങോട്ട് എഴുതി പിന്നെ ഇങ്ങോട്ട് എഴുതിയെന്നേ ഉള്ളൂ. ഡി പി ബൈ ഡി ടി, ചേഞ്ച് ഇൻ മൊമെന്റം ബൈ ടൈം എന്നുള്ളതിന് എഴുതിയതാണ്. ഡി പി ബൈ പി എന്ന് പറഞ്ഞാൽ മൊമെന്റ് ആണ്. ഡി പി ബൈ ഡി ടി, ഡി പി ബൈ ഡി ടി പറഞ്ഞാൽ ചേഞ്ച് ഇൻ മൊമെന്റം ബൈ ടൈം തന്നെയാണ് വായിക്കുക കേട്ടോ. അതിന്റെ ചേഞ്ച് ഇൻ മൊമെന്റം ബൈ ടൈം, അതാണ് അതിന്റെ അർത്ഥം. അപ്പൊ എഫ് ഈസ് പ്രൊപ്പോർഷണൽ ടു ഫോഴ്സ് എന്തിന് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണ്? ചേഞ്ച് ഇൻ മൊമെന്റം ബൈ ടൈമിന് പ്രൊപ്പോർഷണൽ ആണ്. ഓർ അടുത്ത സ്റ്റെപ്പിൽ നമ്മൾ ഈ പ്രൊപ്പോർഷണാലിറ്റി സൈൻ നമ്മൾ ഈക്വൽ ടു സൈൻ വെച്ച് മാറ്റാണ്. സോ എഫ് ഈക്വൽ ടു എന്ന് എഴുതി. എഫ് ഈക്വൽ ടു എന്ന് എഴുതുമ്പോൾ പ്രൊപ്പോർഷണാലിറ്റി സൈൻ ആണ് മുകളിൽ ഉണ്ടായിരുന്നത്, അത് നമ്മൾ ഈക്വൽ ടു സൈൻ വെച്ച് മാറ്റുമ്പോൾ അവിടെ ഒരു പ്രൊപ്പോർഷണാലിറ്റി കോൺസ്റ്റന്റ് നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യണം. നമ്മൾ കെ എന്ന് കൊടുത്തു. സോ എഫ് ഈക്വൽ ടു എന്ന് എഴുതുമ്പോൾ ഒരു കോൺസ്റ്റന്റ് കെ. എപ്പോഴും പ്രൊപ്പോർഷണാലിറ്റി സൈനിന് ഈക്വൽ ടു സൈൻ വെച്ച് മാറ്റുമ്പോൾ ഒരു പ്രൊപ്പോർഷണാലിറ്റി കോൺസ്റ്റന്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യേണ്ടി വരും. സോ എഫ് ഈക്വൽ ടു കെ എ കോൺസ്റ്റന്റ് ഇൻറ്റു പിന്നെ ഡി പി ബൈ ഡി ടി എന്നുള്ളത്. സോ ഡി പി ബൈ ഡി ടി. ഇനി ആ പി എന്ന് പറഞ്ഞ മൊമെന്റ് ആണ്. മൊമെന്റത്തിന്റെ വാല്യൂ എന്താ? മാസിന്റെ വെലോസിറ്റി എം വി. അത് നമ്മൾ അവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പൊ എന്ത് വരും? എഫ് ഈക്വൽ ടു കെ ഇൻറ്റു ഡി എം വി ബൈ ഡി ടി, ഡി ബൈ ഡി ടി ഓഫ് എം വി എന്ന് വരും അല്ലെ, വിച്ച് ഈസ് ഈക്വൽ ടു കെ ഇൻറ്റു, നോക്കൂ ഇവിടെ പിന്നെ ഡി ബൈ ഡി ടി എന്ന് പറഞ്ഞാൽ തന്നെ ചേഞ്ച് ഇൻ ടൈം അല്ല, ചേഞ്ച് ഇൻ സംതിങ് ബൈ ടൈം, അതാണ് ഡി ബൈ ഡി ടി. അപ്പൊ ഡി പി ബൈ ഡി ടി ആണ് ഈ ചേഞ്ച് ഇൻ മൊമെന്റം ബൈ ടൈം ആണ്. അവിടെ ഡി ബൈ ഡി ടി ഓഫ് എം വി ആണ്. ഡി എം വി ബൈ ഡി ടി എന്ന് പറഞ്ഞാൽ അപ്പൊ നമ്മളവിടെ ഈ മാസ് എന്നുള്ള സാധനം എപ്പോഴും കോൺസ്റ്റന്റ് ആയിരിക്കും ഒരു ബോഡിയുടെ. അതിന് ടൈമിനനുസരിച്ച് ചേഞ്ച് ഒന്നും വരില്ല അല്ലെ. ഒരു ബോഡിന്റെ നമ്മൾ സമയത്തിനനുസരിച്ച് ബോഡിന്റെ മാസ് ഇങ്ങനെ മാറുമോ? ഇല്ല, മാസ് എപ്പോഴും കോൺസ്റ്റന്റ് ആണ്. അതുകൊണ്ട് മാസിന് ചേഞ്ച് ഒന്നും ഇല്ലാത്തതുകൊണ്ട് മാസ് നമ്മൾ പുറത്ത് കൊടുത്തു. ചേഞ്ച് ഇല്ലാത്ത സാധനം നമുക്ക് പുറത്ത് കൊടുക്കാൻ പറ്റും. അപ്പൊ കെന്റെ ഒപ്പം നമ്മൾ എമ്മും കൂടി വന്നു, കെ എം. പിന്നെ ബാക്കി എന്താ ഉണ്ടാവുക? ഡി വി ബൈ ഡി ടി അല്ലെ. ഡി എം പോകുന്നു, ബാക്കി ഉണ്ടാവുക ഡി വി ബൈ ഡി ടി എന്നാണ്. ഡി വി ബൈ ഡി ടി എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ഡി പി ബൈ ഡി ടി എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? ചേഞ്ച് ഇൻ മൊമെന്റം ബൈ ടൈം ആണ്. അപ്പൊ ഡി വി ബൈ ഡി ടി എന്ന് പറഞ്ഞാലോ ചേഞ്ച് ഇൻ വെലോസിറ്റി ബൈ ടൈം. ചേഞ്ച് ഇൻ വെലോസിറ്റി ബൈ ടൈം അതിന് ഒറ്റ വാക്കുണ്ട്, എന്താ? വെലോസിറ്റിയിലുള്ള ചേഞ്ചിനെ ടൈമോട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്താ കിട്ടുക? ചേഞ്ച് ഇൻ വെലോസിറ്റി ബൈ ടൈം. യെസ്, ആക്സലറേഷൻ ആണ് കിട്ടുക. അപ്പൊ നമ്മൾ ആക്സലറേഷൻ എന്ന് കൊടുത്തു അതിനെ. അപ്പൊ എന്ത് വരും? എഫ് ഇസ് ഈക്വൽ ടു കെ ഇൻറ്റു എം ഇൻറ്റു ഡി വി ബൈ ഡി ടിക്ക് നമ്മൾ എ എന്ന് കൊടുത്തു. സോ എ എന്ന് വന്നു, കെ എം എ. നമ്മൾ കെന്റെ വാല്യൂ 1 എടുത്തു. എങ്ങനെയാണ് കെന്റെ വാല്യൂ 1 എടുക്കേണ്ടതൊക്കെ നമ്മൾ പിന്നീട് നമുക്ക് പറയാം. അപ്പൊ തൽക്കാലം കെന്റെ വാല്യൂ 1 എടുത്തു നമ്മൾ അസ്യൂം ചെയ്തോളൂ. സോ എഫ് ഈക്വൽ ടു എം എ. നമ്മൾ അതിന്റെ യൂണിറ്റ് ആ രൂപത്തിൽ ഡിഫൈൻ ചെയ്യാണ്. നമ്മൾ കൂടുതലൊക്കെ നമുക്ക് ക്ലാസ്സിൽ വന്നിട്ട് ഞാൻ ഒന്നുകൂടി ആ ഭാഗങ്ങൾ പറയാം. അപ്പൊ ഒന്നുകൂടിയൊക്കെ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പൊ നമ്മൾ തൽക്കാലം നമുക്ക് കെന്റെ വാല്യൂ 1 എടുത്തു നിങ്ങൾ പിന്നെ സപ്പോസ് ചെയ്തിട്ട് നമുക്ക് അങ്ങനെ മുന്നോട്ട് പോകാം. സോ എഫ് ഈക്വൽ ടു കെന്റെ വാല്യൂ 1 എടുത്താൽ പിന്നെ എം എ. എഫ് ഈക്വൽ ടു എം എ, മാസ് ഇൻറ്റു ആക്സലറേഷൻ. ഫോഴ്സ് ഇസ് ഈക്വൽ ടു മാസ് ഇൻറ്റു ആക്സലറേഷൻ. ഇങ്ങനെ ഒരു ഇക്വേഷൻ കിട്ടി. നോക്കൂ, അപ്പൊ ഈ ഡെറിവേഷൻ ഇപ്പൊ നമ്മൾ ചെറിയൊരു ഡെറിവേഷൻ എന്ന് പറയാൻ മാത്രമല്ല, ജസ്റ്റ് ഒരു 4 സ്റ്റെപ്പിൽ നമുക്കൊരു ഇക്വേഷൻ കിട്ടി. ഈ ഇക്വേഷനും ഈ സ്റ്റേറ്റ്മെന്റും നിങ്ങൾക്ക് കാണാൻ പറ്റും പല പ്രാവശ്യം പരീക്ഷയ്ക്ക് വന്നിട്ടുണ്ട്. സ്റ്റേറ്റ് ന്യൂട്ടൺ സെക്കൻഡ് ലോ ഓഫ് മോഷൻ ആൻഡ് ഒബ്റ്റെയിൻ ദ മാത്തമാറ്റിക്കൽ എക്സ്പ്രഷൻ ഫോർ ഇറ്റ്. ന്യൂട്ടന്റെ സെക്കൻഡ് ലോ ഉപയോഗിച്ചിട്ട് ഫോഴ്സിന് ഒരു എക്സ്പ്രഷൻ ഉണ്ടാക്കുക. അപ്പൊ ന്യൂട്ടന്റെ സെക്കൻഡ് ലോ സ്റ്റേറ്റ് ചെയ്യുക, എന്നിട്ട് നമ്മൾ അതിൽ നിന്ന് ഇക്വേഷൻ ഉണ്ടാക്കുക. ഈ ഇക്വേഷൻ അപ്പോൾ ചെയ്തത് എങ്ങനെയാണെന്നുള്ളത് എല്ലാവരും ഒന്ന് ചെയ്തു നോക്കണം. ഒരു റഫ് പേപ്പർ ഒക്കെ എടുത്തിട്ട് ഒന്ന് ചെയ്തുകൊണ്ട് ഇങ്ങനെ കിട്ടുന്നുണ്ടോ എന്ന് നോക്കുക. സോ എഫ് ഈക്വൽ ടു എം എ എന്നുള്ള ഇക്വേഷൻ നമുക്ക് കിട്ടി. അപ്പോൾ ഫോഴ്സ് കാണാനുള്ള ഇക്വേഷൻ ആണ് മാസ് ഇൻറ്റു ആക്സലറേഷൻ. ഇനി ഫോഴ്സിനെ പറ്റി നമ്മൾ പറയാണ്. ഫോഴ്സ് എന്ന് പറഞ്ഞാൽ വെക്ടർ ക്വാണ്ടിറ്റി ആണ്. വെക്ടർ ക്വാണ്ടിറ്റി എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു, മാഗ്നിറ്റ്യൂഡും ഡയറക്ഷനും ഉള്ള ക്വാണ്ടിറ്റികളെയാണ് വെക്ടർ ക്വാണ്ടിറ്റി എന്ന് വിളിക്കുക. വെക്ടർ ക്വാണ്ടിറ്റിയുടെ ഡെഫിനിഷനൊന്നും നമ്മൾ കൊടുത്തിട്ടില്ല. അത് നമ്മൾ കൊടുക്കാത്തത് നമ്മൾ 3ാമത്തെ ചാപ്റ്ററിൽ അങ്ങനെ ഡെഫിനിഷൻ കൊടുക്കുന്നുണ്ട്. നമുക്ക് അവിടെ ഡെഫിനിഷനൊക്കെ അവിടെ കൊടുക്കാം. ഇവിടെ നിങ്ങൾ വെക്ടർ ക്വാണ്ടിറ്റി ആണ്. അപ്പോൾ ഫിസിക്കൽ ക്വാണ്ടിറ്റി രണ്ട് രൂപത്തിൽ ഉണ്ടാവാം. ഒന്നെങ്കിൽ വെക്ടർ ആയിരിക്കും അല്ലെങ്കിൽ സ്കേലാർ ആയിരിക്കും. അപ്പോൾ ഫോഴ്സ് ഒരു വെക്ടർ ക്വാണ്ടിറ്റി ആണ്. അതിനും എന്തുണ്ട്? രണ്ടും ഉണ്ട്, മാഗ്നിറ്റ്യൂഡും ഉണ്ട് ഡയറക്ഷനും ഉണ്ട്. പിന്നെ യൂണിറ്റ്, ഫോഴ്സിന്റെ യൂണിറ്റ് ന്യൂട്ടൺ ആണ്. സാധാരണ എസ് ഐ യൂണിറ്റ് എന്ന് പറഞ്ഞാൽ സ്റ്റാൻഡേർഡ് യൂണിറ്റ് ആണ്. എസ് ഐ എന്ന് പറഞ്ഞാൽ അതിന്റെ യൂണിറ്റ് സ്റ്റാൻഡേർഡ് ഇന്റർനാഷണൽ സിസ്റ്റം ഓഫ് ഇന്റർനാഷണൽ എന്നാണ് എസ് ഐന്റെ ഫുള്ള്. അതിന് സ്റ്റാൻഡേർഡ് എന്ന് മനസ്സിലാക്കിയാൽ സ്റ്റാൻഡേർഡ് യൂണിറ്റ് ന്യൂട്ടൺ ആണ്. ഓർ അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെയും പറയാൻ പറ്റും. കാരണം ഫോഴ്സിന്റെ ഇക്വേഷൻ നോക്കൂ, എം ഇൻറ്റു എ. മാസിന്റെ യൂണിറ്റ് എന്താ? കിലോഗ്രാം. ആക്സലറേഷൻ യൂണിറ്റ് മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ. അപ്പൊ ഒന്നിച്ച് കിലോഗ്രാം മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ എന്ന് വേണമെങ്കിൽ പറയാൻ പറ്റും. ഇതാണ് ഫോഴ്സിന്റെ യൂണിറ്റ്. ഇനി ഡയമെൻഷണൽ ഫോർമുല എം എൽ ടി റേഷ്യോ -2. അത് അവിടെ നിൽക്കട്ടെ. ഡയമെൻഷണൽ ഫോർമുല എന്നുള്ള ഭാഗം നമ്മളിപ്പോൾ ഒന്നും പറയുന്നില്ല. കാരണം അത് ജസ്റ്റ് ഒന്ന് പറഞ്ഞുകൊണ്ടൊന്നും നമുക്ക് മനസ്സിലാവില്ല. അത് ആ ചാപ്റ്റർ എടുക്കുക തന്നെ വേണം. 2ാമത്തെ ചാപ്റ്റർ ആണ്, അത് ഓർക്കട്ടെ. ഇനി ഗ്രാവിറ്റേഷണൽ യൂണിറ്റ് കിലോഗ്രാം വെയിറ്റ്. ഫോഴ്സിന്റെ മറ്റൊരു യൂണിറ്റും ഉണ്ട്.
കിലോഗ്രാം വെയിറ്റ്. 1 കിലോഗ്രാം വെയിറ്റ് ഇസ് ഈക്വൽ ടു 9.8 ന്യൂട്ടൺ. ഇത് പറയുമ്പോൾ ഇതുമായി ബന്ധപ്പെട്ട ഒന്ന് രണ്ട് കാര്യങ്ങൾ കൂടി പറയാം. ഒന്ന്, ഈ നമ്മൾ പറഞ്ഞു ഫോഴ്സിന്റെ സ്റ്റാൻഡേർഡ് യൂണിറ്റ് ന്യൂട്ടൺ ആണ് അല്ലെ. അപ്പോ പിന്നെ ഒരു ന്യൂട്ടൺ എന്ന് പറഞ്ഞാൽ എത്രയാണ് എന്നുള്ളത് പിന്നെ നമുക്ക് ഒന്ന് നിങ്ങൾക്ക് പറയാൻ പറ്റുമോ? ഒരു ന്യൂട്ടൺ എന്ന് പറഞ്ഞാൽ എത്രയാണ്? നിങ്ങൾക്കിപ്പോ പിന്നെ ഒരു 10 ന്യൂട്ടൺ ഒക്കെ ഫോഴ്സ് കൊടുക്കാൻ കഴിയുമോ? ഒരാളെ കൊണ്ട് 100 ന്യൂട്ടൺ ഫോഴ്സ് കൊടുക്കാൻ കഴിയുമോ എന്നൊക്കെ നിങ്ങളോടൊപ്പം ഒരാൾ ചോദിക്കുകയാണ്, നിങ്ങൾക്ക് ഒരു 100 ന്യൂട്ടൺ ഫോഴ്സ് കൊടുക്കാൻ കഴിയുമോ എന്നൊക്കെ ചോദിച്ചാൽ നിങ്ങൾക്ക് ആൻസറെ പറയാൻ പറ്റുമോ? നേരെ മറിച്ച് ഇങ്ങോട്ട് ഇപ്പോൾ ഒരു ആൾ ഇങ്ങനെ ചോദിക്കുകയാണ്, ഒരു 100 മീറ്റർ ഓടാൻ കഴിയുമോ, 1 മീറ്റർ ചാടാൻ കഴിയുമോ എന്നൊക്കെ ചോദിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും. കാരണം എന്താ, 1 മീറ്റർ എന്ന് പറഞ്ഞാൽ എത്രയെന്ന് നിങ്ങൾക്ക് അറിയാം. അല്ലെങ്കിൽ നിങ്ങളോട് ഒരാൾ ചോദിക്കുകയാണ് ഒരു 100 കിലോഗ്രാം പൊക്കാൻ പറ്റുമോ എന്നൊക്കെ ചോദിച്ചാൽ നമുക്ക് ആൻസർ കിട്ടും. ഒന്നുകിൽ പൊക്കാൻ പറ്റുമോ അല്ലെങ്കിൽ പൊക്കാൻ പറ്റൂല എന്ന് നിങ്ങൾ പറയും. കാരണം 1 കിലോഗ്രാം എന്ന് പറഞ്ഞാൽ എത്രയാണെന്ന് നിങ്ങൾക്ക് അറിയാം അല്ലെ. ഒരു വെള്ളത്തിന്റെ അടിയിൽ ഒരു മിനിറ്റ് നിങ്ങൾക്ക് വെള്ളത്തിന്റെ അടിയിൽ നിൽക്കാൻ പറ്റുമോ എന്നൊക്കെ നിങ്ങൾ അല്ലെങ്കിൽ നിങ്ങൾക്ക് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് അതിന് ആൻസർ ഉണ്ട്. കാരണം 1 മിനിറ്റ് എന്ന് പറഞ്ഞാൽ 1 സെക്കൻഡ് എന്ന് പറഞ്ഞാൽ 1 മീറ്റർ എന്ന് പറഞ്ഞാൽ 1 കിലോമീറ്റർ എന്ന് പറഞ്ഞാൽ 1 കിലോഗ്രാം 1 ഗ്രാം എന്നൊക്കെ പറഞ്ഞാൽ എത്രയാണ് ആ സാധനം എന്നുള്ളത് നിങ്ങൾക്ക് അറിയും. അതേപോലെ ഫോഴ്സിന്റെ ഒരു യൂണിറ്റ് ആണ് ന്യൂട്ടൺ. അപ്പൊ ഒരു ന്യൂട്ടൺ എന്ന് പറഞ്ഞാൽ എത്രയാണ് എന്നുള്ളത് നിങ്ങൾക്ക് ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? നോക്കൂ, ന്യൂട്ടൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് സിമ്പിൾ ആയിട്ട് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എഫ് ഇസ് ഈക്വൽ ടു എം എന്നുള്ള ഇക്വേഷനിൽ എ എന്ന് പറഞ്ഞ ആക്സലറേഷൻ ആണ്. ഭൂമി താഴേക്ക് വലിക്കുന്ന ആക്സലറേഷനെ നമ്മൾ ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി എന്നാണ് വിളിക്കുക അല്ലെ. ജി, ഭൂഗുരുത്വാകർഷണ ത്വരണം എന്നൊക്കെ പറയും മലയാളത്തിൽ. സോ എഫ് ഇസ് ഈക്വൽ ടു എം ജി എന്ന് വരും. അതാണ് നമ്മൾ വെയിറ്റ്, ഒരാൾ വെയിറ്റ് എന്ന് പറഞ്ഞാൽ എം ജി ആണ്. അപ്പോ നോക്കൂ, നമ്മളിപ്പോ ഒരു സാധനത്തിനെ മുകളിലേക്ക് പൊക്കണമെങ്കിൽ ഇപ്പൊ 1 കിലോഗ്രാം മാസ് ഉള്ള ഒരു സാധനം നമ്മൾ മുകളിലേക്കാണ് പൊക്കുകയാണ്. അങ്ങനെ പൊക്കുമ്പോൾ നമ്മൾ എത്രയാണ് നമ്മൾ കൊടുക്കുന്ന ഫോഴ്സ് ഉണ്ടാവുക? അപ്പൊ മാസ് 1 കിലോഗ്രാം ഇൻറ്റു ആക്സലേഷന്റെ വാല്യൂ 9.8. നമുക്ക് റൗണ്ട് ചെയ്തിട്ട് 9.8നെ 9.8 നമുക്ക് 10 ആക്കി എടുക്കാം. സോ 1 × 10 ഇപ്പൊ 10 ന്യൂട്ടൺ നിന്നു എന്ന് പറഞ്ഞാൽ 1 കിലോഗ്രാം മാസ് ഉള്ള ഒരു സാധനത്തിനെ നമ്മൾ പൊക്കുമ്പോൾ 10 ന്യൂട്ടൺ ഫോഴ്സ് ആണ് നമ്മൾ ഏകദേശം നമ്മൾ കൊടുക്കുന്നത്. 9.8 ന്യൂട്ടൺ നമുക്ക് റൗണ്ട് ചെയ്തിട്ട് 10 ന്യൂട്ടൺ എന്ന് പറയാം. 10 ന്യൂട്ടൺ ഫോഴ്സ് ആണ് കൊടുക്കുന്നത്. അപ്പോൾ ഒരാൾക്ക് 1 കിലോഗ്രാം പൊക്കാൻ കഴിയുമെങ്കിൽ അല്ലെങ്കിൽ പൊക്കുമ്പോൾ അയാൾ കൊടുക്കുന്നത് 10 ന്യൂട്ടൺ ഫോഴ്സ് ആണ്. അപ്പൊ 1 ന്യൂട്ടൺ എന്ന് പറഞ്ഞാൽ 100 ഗ്രാം പൊക്കാൻ വേണ്ടി നമ്മൾ കൊടുക്കുന്ന ഫോഴ്സിനെയാണ് 1 ന്യൂട്ടൺ എന്ന് വിളിക്കുക. അപ്പൊ ഒരാൾക്ക് ഒരു 10 കിലോ പൊക്കാൻ കഴിയുമെങ്കിലോ നമുക്ക് പറയാൻ 100 ന്യൂട്ടൺ ഫോഴ്സ് അയാളെ കൊണ്ട് കൊടുക്കാൻ കഴിയുന്നുണ്ട് അല്ലെ. ഒരാൾക്ക് ഒരു 100 കിലോഗ്രാം പൊക്കണമെങ്കിൽ നമുക്ക് പറയാൻ പറ്റും 1000 ന്യൂട്ടൺ അയാൾക്ക് കൊടുക്കാൻ പറ്റും. അപ്പൊ ഒരു ന്യൂട്ടൺ എന്ന് പറഞ്ഞാൽ ഏകദേശം വാല്യൂ ആയിട്ട് കിട്ടിയിട്ടുണ്ടാവും. 1 ന്യൂട്ടൺ എന്ന് പറഞ്ഞാൽ ഒരു 100 ഗ്രാം ഒക്കെ പൊക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കൊടുക്കുന്ന ഫോഴ്സിനെയാണ് 1 ന്യൂട്ടൺ എന്നൊക്കെ വിളിക്കുക. ഓക്കെ, ഇനി രണ്ടാമത്തെ ഒരു കാര്യം, ഗ്രാവിറ്റി. അത് ഫോഴ്സിന്റെ സ്റ്റാൻഡേർഡ് യൂണിറ്റ് ആണ് ന്യൂട്ടൺ. മറ്റൊരു യൂണിറ്റും കൂടി ഉണ്ട്, ഗ്രാവിറ്റേഷണൽ യൂണിറ്റ്. കിലോഗ്രാം വെയിറ്റ് എന്നാണ് ആ യൂണിറ്റിന്റെ പേര്, കിലോഗ്രാം വെയിറ്റ്. ഈ കിലോഗ്രാം വെയിറ്റ് എന്നുള്ള യൂണിറ്റും ന്യൂട്ടൺ എന്നുള്ള യൂണിറ്റും കൂടി തമ്മിൽ കണക്ട് ചെയ്തിട്ടുള്ളത് 1 കിലോഗ്രാം വെയിറ്റ് ഇസ് ഈക്വൽ ടു 9.8 ന്യൂട്ടൺ. ഇതാണ് റിലേഷൻ. പ്രോബ്ലം ചെയ്യുമ്പോഴൊക്കെ സ്റ്റാൻഡേർഡ് യൂണിറ്റിൽ ചെയ്യേണ്ടി വരും. കിലോഗ്രാം വെയിറ്റിൽ തന്നു കഴിഞ്ഞാൽ 9.8 ന്യൂട്ടൺ എന്നുള്ള ന്യൂട്ടണിലേക്ക് നമുക്ക് മാറ്റേണ്ടി വരും. അപ്പോൾ എന്തിനാ ഈ കിലോഗ്രാം വെയിറ്റ് എന്നുള്ള യൂണിറ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോ നമുക്ക് ഒരു സിമ്പിൾ ആയിട്ടുള്ള മറ്റൊരു എക്സാമ്പിൾ കൂടി പറയാം. നിങ്ങളിപ്പോ വീട്ടിൽ നിന്ന് അല്ലെങ്കിൽ നിങ്ങളെ കടയിൽ നിന്ന് ഒരു 2 കിലോ പഞ്ചസാര വാങ്ങി. ഫോർ എക്സാമ്പിൾ 2 കിലോ പഞ്ചസാര നിങ്ങൾ വാങ്ങിയിട്ട് വീട്ടിലേക്ക് പോകുമ്പോൾ നിങ്ങൾ വാങ്ങിയത് പഞ്ചസാരയുടെ വെയിറ്റ് ആണോ മാസ് ആണോ? ഈ 2 കിലോഗ്രാം എന്നുള്ളത് അതിന്റെ മാസ് ആണോ അതിന്റെ വെയിറ്റ് ആണോ? അതിന്റെ മാസ് ആണ് 2 കിലോഗ്രാം എന്നുണ്ടെങ്കിൽ അതിന്റെ വെയിറ്റ് അപ്പൊ എത്ര ആയിരിക്കും? അതല്ല, വെയിറ്റ് ആണ് 2 കിലോഗ്രാം എന്നുണ്ടെങ്കിൽ നിങ്ങൾ വാങ്ങിയ പഞ്ചസാര മാസ് അപ്പൊ എത്ര? നോക്കൂ, അപ്പോ അതിന്റെ ആൻസർ സത്യത്തിൽ മാസ് തന്നെയാണ്. കിലോഗ്രാം എന്ന് പറഞ്ഞാൽ അതിന് മാസാണ്. അപ്പൊ നമ്മൾ 2 കിലോ പഞ്ചസാര വാങ്ങുമ്പോൾ അതിന്റെ മാസാണ് 2 കിലോഗ്രാം. അപ്പൊ അതിന്റെ വെയിറ്റ് കാണണമെങ്കിലോ ഈ എം ജി എന്നുള്ള ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. മാസ് 2 കിലോഗ്രാം ഇൻറ്റു 9.8 എന്ന് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പൊ 2 × 9.8 എന്ന് പറഞ്ഞാൽ 19.6 അല്ലെ, 19.6 ന്യൂട്ടൺ എന്ന് വരും. ഇതാണ് അതിന്റെ വെയിറ്റ്. അപ്പോ നമ്മൾ 2 കിലോ പഞ്ചസാര വാങ്ങി, മാസ് എത്ര? 2 കിലോഗ്രാം. വെയിറ്റ് എത്ര? 19.6 ന്യൂട്ടൺ. അത് പറയുമ്പോൾ നമുക്കൊരു സുഖമില്ല അല്ലെ. നിങ്ങളോട് ഒരാൾ നിങ്ങൾ വെയിറ്റ് എത്ര? അപ്പൊ നിങ്ങൾ പറയും എന്റെ വെയിറ്റ്, ഒരു എക്സാമ്പിൾ പറയാം, ഒരു 50 കിലോഗ്രാം ഉള്ള ഒരാളാണെങ്കിൽ നിങ്ങൾ പറയാം നിങ്ങൾ വെയിറ്റ് എത്ര? 50 കിലോഗ്രാം എന്ന് പറഞ്ഞു. 50 കിലോഗ്രാം എന്നുള്ളത് നിങ്ങൾ മാസ് അല്ലേ എന്ന് ചോദിച്ചാൽ നിങ്ങൾ പറയും മാസ അല്ല, വെയിറ്റ് ആണോ മാസാണോ എന്ന് ചോദിച്ചാൽ അപ്പൊ എന്താ പറയാ? 50 കിലോഗ്രാം എന്നുള്ള സത്യം നിങ്ങൾ മാസ് ആണ്, വെയിറ്റ് അല്ല അല്ലെ. യൂണിറ്റ് കിലോഗ്രാം എന്നുള്ളത് മാസിന്റെ യൂണിറ്റ് ആണ്. അപ്പൊ 50 കിലോഗ്രാം എന്നുള്ളത് തീർച്ചയായിട്ടും നിങ്ങളെ മാസ് ആണ്. അപ്പൊ വെയിറ്റ് എത്ര? വെയിറ്റ് കിട്ടണമെങ്കിൽ 50 × 9.8 പിന്നെ മൾട്ടിപ്ലൈ ചെയ്യണം. അതെ, ആൾമോസ്റ്റ് 500ന്റെ അടുത്ത് 400 സംതിങ് ഒരു വാല്യൂ വരും അല്ലെ. 9.8 അവിടെ ടൺ എടുക്കുകയാണെങ്കിൽ 500 ന്യൂട്ടൺ ആണ് വരിക. അപ്പോ നിങ്ങളെ മാസ് എത്ര? 50 കിലോഗ്രാം. വെയിറ്റ് എത്ര? 500 ന്യൂട്ടൺ.
അത് പറയുമ്പോൾ നമുക്കൊരു പിന്നെ ചില സമയത്ത് അങ്ങനെ പറയുമ്പോൾ വെയിറ്റ് ചോദിക്കുമ്പോൾ 500 എന്നൊക്കെ ഏതെങ്കിലും ഫോമിൽ നിങ്ങൾ ഹൈറ്റും വെയിറ്റും ഒക്കെ ചെയ്യുമ്പോൾ നിങ്ങൾ 500 ന്യൂട്ടൺ എന്ന് കൊടുക്കാറുണ്ടോ? ഇല്ല, 50 കിലോഗ്രാം നമ്മൾ കൊടുക്കുള്ളൂ മാസിന്റെ വെയിറ്റിന്റെ അവിടെ. അത് കാരണം നമ്മൾ ഈ വെയിറ്റും മാസും ഒരേപോലെ പറയുകയാണെങ്കിൽ ഒന്നുകൂടി സൗകര്യമാണ് ചില സമയത്തൊക്കെ. അതിന് വേണ്ടിയിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്ത യൂണിറ്റ് ആണ് കിലോഗ്രാം വെയിറ്റ്. അപ്പോൾ നോക്കൂ, 1 കിലോഗ്രാം വെയിറ്റ് എന്ന് പറഞ്ഞാൽ 9.8 ന്യൂട്ടൺ തന്നെയാണ്. അപ്പൊ അതുകൊണ്ട് 50 കിലോഗ്രാം മാസ് ഉള്ള ഒരാൾ വെയിറ്റ് എത്രയാണ്? 50 കിലോഗ്രാം വെയിറ്റ് എന്ന് പറയാൻ പറ്റും. യൂണിറ്റ് കിലോഗ്രാം വെയിറ്റ് ആണ് നമ്മൾ പറഞ്ഞത്, അപ്പൊ കുഴപ്പമില്ല. അപ്പൊ 2 കിലോ പഞ്ചസാര നമ്മൾ കടയിൽ നിന്ന് വാങ്ങിയതിന്റെ മാസ് എത്ര? 2 കിലോഗ്രാം. അതിന്റെ വെയിറ്റ് എത്ര? 2 കിലോഗ്രാം വെയിറ്റ്. ക്ലിയർ? യൂണിറ്റ് ന്യൂട്ടണിൽ പറയുകയാണെങ്കിൽ 19.6 എന്ന് പറയണം. പക്ഷെ യൂണിറ്റ് കിലോഗ്രാം വെയിറ്റിൽ പറയുകയാണെങ്കിൽ 2 തന്നെ പറയാൻ പറ്റും. അപ്പൊ മാസും വെയിറ്റും ഒരേ സംഖ്യ ഉപയോഗിച്ചിട്ട് നമുക്ക് പറയാൻ പറ്റും. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനെ ഒരു യൂണിറ്റും കൂടി ഇൻട്രൊഡ്യൂസ് ചെയ്തത്. ഓക്കെ, ഇനി നമ്മൾ അടുത്തൊരു ഭാഗം ന്യൂട്ടന്റെ സെക്കൻഡ് ലോന്റെ ചില അപ്ലിക്കേഷൻസ് ഓഫ് ന്യൂട്ടൺ സെക്കൻഡ് ലോ ഓഫ് മോഷൻ. നോക്കൂ, ന്യൂട്ടന്റെ സെക്കൻഡ് ലോ നമ്മൾ പറഞ്ഞത് ഇങ്ങനെയാണ്: റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ലീനിയർ മൊമെന്റം ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ഫോഴ്സ്. അപ്പോൾ ഈ ഇക്വേഷൻ പ്രകാരം ടൈം ഇക്വേഷനിൽ വരുന്നത് അടിയിലാണ് അല്ലെ. ചേഞ്ച് ഇൻ മൊമെന്റം ബൈ ടൈം ഇസ് ഈക്വൽ ടു ഫോഴ്സ് എന്ന രൂപത്തിലാണ് വരുന്നത്. അപ്പോൾ ടൈം വരുന്നത് അടിയിലാണ്. അതുകൊണ്ട് നമ്മൾ ടൈം കൂട്ടിയ ഫോഴ്സ് എന്ത് ചെയ്യും? കുറയും അല്ലെ. ഓപ്പോസിറ്റ് ആയിട്ടാണ്, കാരണം ടൈം ഡിനോമിനേറ്ററിലാണ് വരുന്നത് ഇക്വേഷന്റെ. എഫ് ഇസ് ഈക്വൽ ടു ഇതാണെങ്കിൽ എഫ് ഇസ് ഈക്വൽ ടു ചേഞ്ച് ഇൻ മൊമെന്റം ബൈ ടൈം, ഇതാണ് ഇക്വേഷൻ. അപ്പോൾ നമ്മൾ ടൈം കൂട്ടുമ്പോൾ ഫോഴ്സ് എപ്പോഴും കുറയാണ് ചെയ്യുക. അപ്പൊ നോക്കൂ, ഈ ഒരു ഐഡിയ, ടൈം കൂട്ടിയാൽ ഫോഴ്സ് കുറക്കാൻ പറ്റും, അല്ലെങ്കിൽ നേരെ തിരിച്ച് ടൈം കുറക്കുകയാണെങ്കിൽ ഫോഴ്സ് കൂട്ടാനും പറ്റും. ഈ ഒരു ഐഡിയ നമ്മൾ പല സ്ഥലത്തും ഉപയോഗിക്കാറുണ്ട്. അത് ന്യൂട്ടന്റെ സെക്കൻഡ് ലോന്റെ ആപ്ലിക്കേഷൻ ആയിട്ട് നമുക്ക് പറയാൻ പറ്റും. ഒരു എക്സാമ്പിൾ നോക്കൂ, ക്യാച്ചിങ് എ ക്രിക്കറ്റ് ബോൾ. നമ്മളൊരു സാധാരണ ഒരു സീസൺഡ് ക്രിക്കറ്റ് പ്ലെയർ ആണെങ്കിൽ ആ ഫീൽഡർ അല്ലെങ്കിൽ ആ ക്രിക്കറ്റ് പ്ലെയർ ഒരു ബോള് ക്യാച്ച് ചെയ്യുന്ന ഒരു രംഗം അവിടെ കാണാൻ പറ്റും. ബോൾ ഇങ്ങനെ വരുന്നു, അപ്പൊ അയാൾ കൈ ഇങ്ങനെ മുകളിലേക്ക് പൊക്കിയിട്ട് ബോളിനെ പിടിക്കാൻ ശ്രമിക്കുന്നു. ബോളിനെ പിടിച്ച് കയ്യിൽ എത്തിക്കഴിഞ്ഞാൽ ഉടനെ തന്നെ കൈ ഇയാൾ താത്തിയിട്ട് ഇയാളെ പിന്നെ 2 കാലിന്റെ ഇടയിലേക്കോ അങ്ങനെയൊക്കെ പിന്നെ കൊണ്ടുപോകുന്നു. കയ്യിൽ ഈ ബോളും കൂടി വെച്ചിട്ട് ഇയാൾ കൈ താത്തും. എന്തിനാണ് ഇങ്ങനെ കൈ താത്തുന്നത്? കാരണം ബോൾ ഇങ്ങനെ വരികയാണ്, ബോളിനൊരു വെലോസിറ്റി ഉണ്ട്, ബോളിനൊരു മാസ് ഉണ്ട്. അതുകൊണ്ട് ബോളിന് ഒരു മൊമെന്റം ഉണ്ടാവും. മാസിന്റെ വെലോസിറ്റി, ബോളിന് ഒരു മൊമെന്റം ഉണ്ടാവും. ഈ മൊമെന്റം ഉള്ള ബോളാണ് നമ്മളെ കൈയിന്റെ ഉള്ളിലേക്ക് വരാൻ പോകുന്നത്. നമ്മളെ ബോൾ പിടിച്ചു കഴിഞ്ഞാൽ, ബോളിനെ ക്യാച്ച് ചെയ്ത് കഴിഞ്ഞാൽ ബോൾ നമ്മളെ കൈയിന്റെ ഉള്ളിൽ റെസ്റ്റിലാവും. റെസ്റ്റിലായി എന്ന് പറഞ്ഞാൽ അതിന് മൊമെന്റ് ഉണ്ടാവില്ല, വെലോസിറ്റി സീറോ ആവും. അപ്പോൾ പിന്നെ മൊമെന്റം സീറോ ആവും. അപ്പൊ ആദ്യം ഒരു മൊമെന്റ് ഉണ്ട്, പിന്നെ മൊമെന്റം സീറോ ആവാൻ പോവാണ്. ആ മൊമെന്റം ചേഞ്ച് ചെയ്യാൻ പോവാണെന്ന് അർത്ഥം അല്ലെ. ആദ്യം മൊമെന്റ് ഉണ്ട്, പിന്നെ മൊമെന്റം സീറോ ആവാൻ പോവാണ്. ക്യാച്ച് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ സീറോ ആവും. അതുകൊണ്ട് തന്നെ മൊമെന്റം ചേഞ്ച് ചെയ്യാൻ പോവാണ്. മൊമെന്റം ചേഞ്ച് ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും അവിടെ എന്തുണ്ടാവും? ഒരു ഫോഴ്സ് ഉണ്ടാവും. അതുകൊണ്ട് തന്നെ ഈ ബോൾ നമ്മളെ കയ്യിലേക്ക് ഒരു ഫോഴ്സ് കൊടുക്കും. അപ്പൊ നമ്മൾ കൈ വേദന വളരെ സാധ്യത ഒക്കെ ഉണ്ട്. അപ്പോൾ അത് കുറച്ചും കൂടി കുറക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കൈ താഴത്തേക്ക് കൊണ്ടുപോകുന്നത്. അപ്പൊ എന്താ സംഭവിക്കുക? ഒറ്റയടിക്ക് നമ്മളെ ബോളിന്റെ വെലോസിറ്റി സീറോ ആവില്ല, കാരണം നമ്മൾ കൈയും കൂടി താത്തുമ്പോൾ അപ്പം ബോൾ നിന്നിട്ടില്ല. കാരണം കൈയിന്റെ ഒപ്പം കൈ മൂവ് ചെയ്യുന്നതിനൊപ്പം ബോൾ മൂവ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് അവിടെ കുറച്ച് ടൈം കൂട്ടാൻ പറ്റും. ടൈം കൂട്ടുമ്പോൾ ഫോഴ്സ് കുറക്കാൻ പറ്റും. അപ്പോൾ എ സീസൺഡ് ക്രിക്കറ്റ് പ്ലെയർ pulls his hand downward while catching a cricket ball. It is because to increase the time to change the linear momentum. അപ്പോൾ ലീനിയർ മൊമെന്റം ചേഞ്ച് ചെയ്യാനുള്ള ടൈം കൂട്ടാൻ വേണ്ടിയിട്ടാണ് ഒരു സീസൺ ക്രിക്കറ്റ് പ്ലെയർ ഇയാളെ കൈയൊക്കെ താഴത്തേക്ക് അങ്ങനെ വലിക്കുന്നത്. പരീക്ഷ കുറിട്ട് അങ്ങനെ ചോദിച്ചിരുന്നു, എ സീസൺ ക്രിക്കറ്റ് പ്ലെയർ പുൾസ് ഹിസ് ഹാൻഡ് ഡൗൺവേർഡ് വൈൽ ഹോൾഡിംഗ് എ ക്യാച്ച്, വൈൽ ടേക്കിംഗ് എ ക്യാച്ച്, വൈ എന്നൊക്കെ ചോദിച്ചിട്ട്. അപ്പൊ ഇതിന് കാരണം ടു ഇൻക്രീസ് ദ ടൈം കൂട്ടാൻ വേണ്ടിയിട്ട്. ഓക്കെ, ഇനി മറ്റൊരു എക്സാമ്പിൾ നോക്കുക, ഹൈ ജമ്പ്. നമ്മൾ സ്കൂളിലാണെങ്കിലൊക്കെ നമ്മൾ ഹൈ ജമ്പ് അല്ലെങ്കിൽ ലോങ് ജമ്പിനൊക്കെ ഉണ്ടാകുമ്പോൾ ഹൈ ജമ്പിന് ഇങ്ങനെ ഈ പിന്നെ നമ്മൾ കുഷ്യന്റെ ബെഡ് ഒക്കെ ഉപയോഗിക്കും അല്ലെ. ലോങ് ജമ്പിനാണെങ്കിൽ നമ്മൾ പിന്നെ കുഷ്യൻ എന്താ പറയാ, ബെഡിന് പകരം നമ്മൾ സാൻഡ് ബെഡ് ഒക്കെ ഉപയോഗിക്കും. മണ്ണ് ഇങ്ങനെ കിളർത്തി ഇട്ടിട്ടുണ്ടാവും, അല്ലെങ്കിൽ നമ്മൾ മണലൊക്കെ കൊടുത്തിട്ട് അയക്കാണ് ചാടുക. എന്തിനാ അങ്ങനത്തെ സ്ഥലത്ത് ചാടാൻ? അല്ല ടൈൽസ് ഇട്ടിട്ട് നമുക്ക് ചാടാൻ പറ്റുമോ? പറ്റൂല. കാരണം ചാടുമ്പോൾ നമുക്ക് വേദന ആവാനുള്ള സാധ്യത ഉണ്ട്. കാരണം എന്താ? നമ്മൾ ഓടി വന്നിട്ടാണ് ചാടാൻ പോണത്. ഹൈ ജമ്പ് ആണെങ്കിൽ ലോങ് ജമ്പ് ആണെങ്കിൽ ഓടി വന്നിട്ട് ചാടുമ്പോൾ നമ്മൾ ഓൾറെഡി ഓടി വരികയാണ്. അപ്പൊ നമുക്കൊരു ചാടുന്ന സമയത്തും നമുക്കൊരു വെലോസിറ്റി ഉണ്ട് അല്ലെ, നമുക്ക് മാസും ഉണ്ട്, വെലോസിറ്റി ഉണ്ട്. അപ്പൊ നമുക്കൊരു മൊമെന്റ് ഉണ്ടാവും. നമ്മൾ ചാടി കഴിഞ്ഞാലോ നമ്മൾ നിൽക്കാൻ പോവാണ്, റെസ്റ്റിൽ വരും, നിൽക്കാൻ പോവാണ്. നിൽക്കുമ്പോൾ മൊമെന്റം സീറോ ആവും. ആ മൊമെന്റം ആദ്യം മൊമെന്റം വാല്യൂ ഉണ്ട്, പിന്നെ മൊമെന്റം സീറോ ആവും. അപ്പൊ ചേഞ്ച് ഇൻ മൊമെന്റം ഉണ്ട്. മൊമെന്റത്തിൽ ചേഞ്ച് ഉണ്ടായി കഴിഞ്ഞാൽ അവിടെ ഫോഴ്സ് ഉണ്ടാവും. അപ്പൊ നമ്മൾ എർത്തിനേക്ക്, നമ്മൾ ഗ്രൗണ്ടിലേക്ക് ഒരു ഫോഴ്സ് കൊടുക്കും. അപ്പൊ ഗ്രൗണ്ട് തിരിച്ച് നമുക്കൊരു ഫോഴ്സ് തരും. അപ്പൊ നമുക്ക് വേദന ആവാനുള്ള സാധ്യത ഉണ്ട്. അപ്പോൾ അത് പിന്നെ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇവിടെ എന്തെങ്കിലും കുഷ്യന്റെ ബെഡ് ഉപയോഗിക്കുന്നത്. അങ്ങനെ കുഷ്യന്റെ ബെഡ് നമ്മൾ ഉപയോഗിക്കുമ്പോൾ എന്താ സംഭവിക്കുക? കുഷ്യന്റെ ബെഡ് ഉപയോഗിക്കുമ്പോൾ ടൈം കൂടും. കാരണം ഒറ്റയടിക്ക് സീറോ ആവില്ല.
നമ്മൾ അതിന്റെ ഒപ്പം പിന്നെ നമ്മളെ കുഷൻ ബെഡിന്റെ ഒപ്പം നമ്മൾ താഴത്തേക്ക് കുറച്ചു പോകും. അപ്പൊ ടൈം കുറച്ച് ഒറ്റയടിക്ക് നമുക്ക് അവിടെ മൊമെന്റം സീറോ ആവില്ല, ഒറ്റയടിക്ക് വെലോസിറ്റി സീറോ ആവില്ല, ടൈം കുറച്ച് കൂടും. ഈ ടൈം കൂട്ടണ വഴി നമുക്ക് ഇവിടെ മൊമെന്റം ത്തിലുള്ള ചേഞ്ചിന് ഉള്ള ടൈം കൂട്ടാൻ പറ്റും. അങ്ങനെ നമുക്ക് ഫോഴ്സ് കുറക്കാൻ പറ്റും. അപ്പൊ ഈ ഹൈ ജമ്പിലും എന്തിനാണ് കുഷന്റെ ബെഡ് ഉപയോഗിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ടു ഇൻക്രീസ് ദ ടൈം സോ ദാറ്റ് ദ ഫോഴ്സ് ക്യാൻ ബി മിനിമൈസ്ഡ്, അല്ലെങ്കിൽ ഡിക്രീസ് ചെയ്യാൻ പറ്റും. ഇനി മറ്റൊരു ടേം ഇമ്പൾസ്. ഇമ്പൾസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എ ലാർജ് ഫോഴ്സ് ആക്ടിങ് ഫോർ എ ഷോർട്ട് ടൈം, അതിനാണ് നമ്മൾ ഇമ്പൾസീവ് ഫോഴ്സ് എന്ന് വിളിക്കുക. വലിയൊരു ഫോഴ്സ് വളരെ ചെറിയ സമയത്ത് ആക്ട് ചെയ്യുക. എ ലാർജ് ഫോഴ്സ് ആക്ടിങ് ഫോർ എ ഷോർട്ട് ടൈം ഓൺ എ ബോഡീസ് ഈസ് കോൾഡ് ഇമ്പൾസീവ് ഫോഴ്സ്. അല്ലെ, ഇപ്പൊ നമ്മൾ പിന്നെ എക്സാമ്പിൾ നോക്കൂ, ഹിറ്റിംഗ് എ ബോൾ വിത്ത് എ ബാറ്റ്. അല്ലെ, ഇപ്പൊ പിന്നെ നല്ല ഒരു സ്പീഡ്, ഇപ്പൊ IPL ഒക്കെ കളി നടക്കുന്നുണ്ട് നിങ്ങൾക്കറിയാം. അപ്പോ പിന്നെ വളരെ ഫാസ്റ്റ് ആയിട്ട് ഒരു ബോൾ എറിയാണ്, ഒരു 160 km/h സ്പീഡിലൊക്കെ വളരെ ഫാസ്റ്റ് ആയിട്ട് ഒരു ബോളർ ബോൾ എറിയുമ്പോൾ നല്ല സ്പീഡിലാണ് ബോൾ വരുന്നത്. അപ്പൊ ബാറ്റ്സ്മാൻ വളരെ ഫാസ്റ്റ് ആയിട്ട് ബാറ്റ് വീശിയാണ്. അപ്പൊ ഈ ബോളും ബാറ്റും തമ്മിൽ ടച്ച് ചെയ്ത് ഉണ്ടാവുക ഒരു വളരെ ഫ്രാക്ഷൻസ് ഓഫ് സെക്കൻഡേ ഉണ്ടാവുള്ളൂ. ഈ ഒരു ഫ്രാക്ഷൻസ് ഓഫ് സെക്കൻഡിൽ വലിയൊരു ഫോഴ്സ് ആണ് ആ ബോളിലേക്ക് കൊടുക്കുന്നത്. അതുകൊണ്ടാണ് 100 മീറ്റർ ഒക്കെ അപ്പുറത്തുള്ള ബൗണ്ടറി ലൈൻ്റെ അപ്പുറം പോയി സിക്സിൽ ചെന്ന് ചാടുന്നത്. അല്ലെ, 100 മീറ്ററും 110 മീറ്റർ ഒക്കെ ചെന്ന്, ചിലപ്പോൾ 120 മീറ്റർ ഒക്കെ ചെന്ന് ചാടാറുണ്ട്. അപ്പോ നമുക്ക് ഇത്രയും വലിയൊരു ഫോഴ്സ് 120 മീറ്റർ ഒക്കെ അപ്പുറം ചെന്ന് ചാടാൻ മാത്രം വലിയ ഫോഴ്സ് ആണ് വളരെ ചെറിയ ഒരു സെക്കൻഡ് കൊണ്ട് ടൈം ഔട്ട് കൊടുക്കുന്നത്. ഇങ്ങനെ വലിയൊരു ഫോഴ്സ് ചെറിയ സമയം കൊണ്ട് കൊടുക്കുകയാണെങ്കിൽ നമ്മൾ അങ്ങനത്തെ ഫോഴ്സിനെയാണ് ഇമ്പൾസീവ് ഫോഴ്സ് എന്ന് വിളിക്കുക. അത് കാണാനുള്ള ഇക്വേഷൻ, ഇമ്പൾസ് കാണാനുള്ള ഇക്വേഷൻ ഫോഴ്സ് ഇൻറ്റു ടൈം. ഫോഴ്സിന് ടൈം കൊണ്ട്, ലാർജ് ഫോഴ്സിന് ചെറിയ ടൈം കൊണ്ടാണ് ഉണ്ടാവുക. അപ്പോൾ ഫോഴ്സ് ഇൻറ്റു ടൈം ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇമ്പൾസ് കിട്ടും. ഇമ്പൾസ് നേരത്തെ പോലെ വെക്ടർ ക്വാണ്ടിറ്റി തന്നെയാണ്. പിന്നെ യൂണിറ്റ്, ഫോഴ്സിന്റെ യൂണിറ്റ് ന്യൂട്ടൺ ആണ്, ടൈമിന്റെ യൂണിറ്റ് സെക്കൻഡ് ആണ്. അപ്പൊ ന്യൂട്ടൺ സെക്കൻഡ് എന്നുള്ള യൂണിറ്റ് ഉപയോഗിക്കാം. അതല്ലെങ്കിൽ ഫോഴ്സിന് നമുക്ക് കിലോഗ്രാം മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ എന്നുള്ള യൂണിറ്റ് ഉണ്ട്, ഇൻറ്റു സെക്കൻഡ്. അപ്പൊ ഒരു സെക്കൻഡ് ക്യാൻസൽ ആവും, കിലോഗ്രാം മീറ്റർ പെർ സെക്കൻഡ് എന്നുള്ള യൂണിറ്റും വേണമെങ്കിൽ ഉപയോഗിക്കാം. ഡയമെൻഷണൽ ഫോർമുല ml/t⁻⁻⁻⁻⁻⁻⁻⁻⁻⁻⁻⁻⁻⁻⁻⁻⁻⁻⁻⁻⁻⁻⁻⁻⁻⁻⁻⁻ ആണ്. അതാവാകും അങ്ങനെ വായിച്ചു പോയാൽ മതി. അപ്പൊ നമ്മൾ ഇമ്പൾസ് എന്താണെന്നാണ് പറഞ്ഞത്. ഇമ്പൾസ് എന്ന് പറഞ്ഞാൽ ലാർജ് ഫോഴ്സ് ആക്ടിങ് ഫോർ എ ഷോർട്ട് ടൈം, അതിനെയാണ് ഇമ്പൾസ് എന്ന് വിളിക്കുക. ഇക്വേഷൻ ഓർത്ത് വെക്കണം, ഇമ്പൾസ് ഈസ് ഈക്വൽ ടു ഫോഴ്സ് ഇൻറ്റു ടൈം. ഓക്കെ, ഇനി ഇമ്പൾസ് മൊമെന്റം തിയറം എന്നുള്ളൊരു ഭാഗം കൂടി നമുക്ക് പറയാം. ഇമ്പൾസ് മൊമെന്റം ഇത് പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്, ഇമ്പൾസ് മൊമെന്റം തിയറം. അപ്പൊ നമുക്ക് ഇമ്പൾസ് മൊമെന്റം തിയറം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്ന് നോക്കാം. നമ്മൾ ഇമ്പൾസിന്റെ ഇക്വേഷൻ പറഞ്ഞു. ഇമ്പൾസ് എന്ന് പറഞ്ഞാൽ എന്താ? ഫോഴ്സ് ഇൻറ്റു ടൈം, അതാണ് ഇക്വേഷൻ അല്ലെ. ഇനി ന്യൂട്ടന്റെ സെക്കൻഡ് ലോ പ്രകാരം ചേഞ്ച് ഇൻ മൊമെന്റം ബൈ ടൈം, അതാണ് ഫോഴ്സ്. ചേഞ്ച് ഇൻ മൊമെന്റം ബൈ ടൈം ഇസ് ഈക്വൽ ടു ഫോഴ്സ് എന്നുള്ള ഇക്വേഷൻ ഉണ്ട്, ന്യൂട്ടന്റെ സെക്കൻഡ് ലോ ആണ്. അപ്പോൾ നമ്മൾ ഇവിടെ ഈ ന്യൂട്ടന്റെ സെക്കൻഡ് ലോയിലുള്ള ഈ ടൈമിനെ നമ്മൾ ആ ഭാഗത്തേക്ക് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? ചേഞ്ച് ഇൻ മൊമെന്റം ഇസ് ഈക്വൽ ടു ഫോഴ്സ് ഇൻറ്റു ടൈം എന്ന് വരും അല്ലെ. ഡിനോമിനേറ്ററിലെ ടൈം സമത്തിന്റെ അപ്പുറം പോകുമ്പോൾ മുകളിലേക്ക് പോകും, അപ്പോൾ ഫോഴ്സ് ഇൻറ്റു ടൈം എന്ന് വരും. സോ ചേഞ്ച് ഇൻ മൊമെന്റം ഇസ് ഈക്വൽ ടു ഫോഴ്സ് ഇൻറ്റു ടൈം, ഇങ്ങനെ ഒരു ഇക്വേഷൻ കിട്ടും. നമുക്ക് ആദ്യം ഇമ്പൾസിന്റെ ഇക്വേഷൻ എന്താ? ഫോഴ്സ് ഇൻറ്റു ടൈം ഉണ്ട്. ന്യൂട്ടന്റെ സെക്കൻഡ് ലോ നമുക്ക് എന്ത് എഴുതാൻ പറ്റും? ചേഞ്ച് ഇൻ മൊമെന്റം ഇസ് ഈക്വൽ ടു ഫോഴ്സ് ഇൻറ്റു ടൈം. അപ്പൊ രണ്ട് ഭാഗത്തും റൈറ്റ് സൈഡിൽ ഈക്വൽ ആണ് അല്ലെ, ഫോഴ്സ് ഇൻറ്റു ടൈം ആണ് രണ്ടിലും. അപ്പൊ നമുക്ക് ലെഫ്റ്റ് സൈഡുകൾ ഇക്വേറ്റ് ചെയ്യാം. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? ഇമ്പൾസ് ഇസ് ഈക്വൽ ടു ചേഞ്ച് ഇൻ മൊമെന്റം എന്ന് കിട്ടും. ഇമ്പൾസ് ഈക്വൽ ടു ചേഞ്ച് ഇൻ മൊമെന്റം എന്ന് കിട്ടും. ഇതാണ് ഇമ്പൾസ് മൊമെന്റം തിയറം. സോ ഇമ്പൾസ് മൊമെന്റം തിയറം പറയണത് the impulse on a body is equal to the change in momentum of that body. ഒരു ബോഡിയിൽ ഉണ്ടാക്കുന്ന ഇമ്പൾസ് എന്ന് പറഞ്ഞാൽ ആ ബോഡിയുടെ ചേഞ്ച് ഇൻ മൊമെന്റത്തിന് ഈക്വൽ ആയിരിക്കും എപ്പോഴും. ഇമ്പൾസ് ഓഫ് എ ബോഡി ഈസ് ഈക്വൽ ടു ദ ചേഞ്ച് ഇൻ മൊമെന്റം ഓഫ് ദി ബോഡി. ഇതാണ് നമ്മൾ മാത്തമാറ്റിക്കലായിട്ട് പ്രൂവ് ചെയ്ത് പരീക്ഷയ്ക്ക് ഇത് ചോദിച്ചിട്ടുണ്ട്, സ്റ്റേറ്റ് ഇമ്പൾസ് മൊമെന്റം തിയറം എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പൊ ഇമ്പൾസ് മൊമെന്റം തിയറത്തിന്റെ സ്റ്റേറ്റ്മെന്റ് ദ ഇമ്പൾസ് ഓൺ എ ബോഡി ഈസ് ഈക്വൽ ടു ചേഞ്ച് ഇൻ മൊമെന്റം ഓഫ് ദി ബോഡി. ന്യൂട്ടന്റെ തേർഡ് ലോ കൂടി പറഞ്ഞിട്ട് നമുക്ക് നിർത്താം. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഏറ്റവും എളുപ്പമുള്ള ഒരു ലോ ആണ് ന്യൂട്ടൺസ് തേർഡ് ലോ. അതുകൊണ്ട് തന്നെ ഇതുവരെ പരീക്ഷയ്ക്ക് അങ്ങനെ സ്റ്റേറ്റ്മെന്റ് ചോദിച്ച് കണ്ടിട്ടില്ല, സ്റ്റേറ്റ് ന്യൂട്ടൺസ് തേർഡ് ലോ എന്ന് ചോദിച്ചിട്ടില്ല. എന്നാൽ നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. എന്താണ്? എല്ലാ പ്രവർത്തനത്തിനും തുല്യവും വിപരീതവുമായ ഒരു പ്രതിപ്രവർത്തനം ഉണ്ട് അല്ലെ. ടു എവറി ആക്ഷൻ ദർ ഈസ് ആൾവേസ് ആൻ ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് റിയാക്ഷൻ അല്ലെ. നമ്മളൊരു ആക്ഷൻ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവിടെ ഒരു റിയാക്ഷനും ഉണ്ടാവും. ഇവിടെ ഈ ആക്ഷൻ റിയാക്ഷൻ എന്നൊക്കെ പറഞ്ഞാൽ ഫോഴ്സ് ആട്ടോ, ബലം തന്നെയാണ്. നമ്മൾ പറയത്തിന് വേണ്ടി ടു എവരി ഫോഴ്സ് എന്നൊക്കെ പറയുമ്പോഴേക്കാളും സുഖമാണ് ടു എവരി ആക്ഷൻ. പിന്നെ ഒരു കേൾക്കാനൊരു രസമുണ്ട്, അതുകൊണ്ടാണ് നമ്മൾ ആക്ഷൻ റിയാക്ഷൻ എന്നൊക്കെ ഉപയോഗിച്ചത്. ടു എവരി ആക്ഷൻ ദർ ഈസ് ആൾവേസ് ആൻ ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് റിയാക്ഷൻ. അപ്പൊ എ എന്നുള്ളൊരു ബോഡി ബി എന്നുള്ള ബോഡി നോക്കുന്നുണ്ട്. എ എന്നുള്ള ബോഡി ബി എന്നുള്ള ബോഡിയിലേക്ക് ഒരു ഫോഴ്സ് കൊടുക്കുകയാണ്, FAB. അങ്ങനെയാണ് ഈ ബി എന്നുള്ള ബോഡി തിരിച്ച് എ എന്നുള്ള ബോഡിയിലേക്കും ഒരു ഫോഴ്സ് കൊടുക്കും, FBA എന്നുള്ള ഫോഴ്സ് കൊടുക്കും. അപ്പോൾ ഒരു ബോഡി ഒരു ഫോഴ്സ് അങ്ങോട്ട് കൊടുക്കുമ്പോൾ അതേ ബോഡി തിരിച്ച് ഇങ്ങോട്ടും ഒരു ഫോഴ്സ് തിരിച്ചു കൊടുക്കും. ഈ രണ്ട് ഫോഴ്സും എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. FAB ഈക്വൽ ടു FBA ആയിരിക്കും. മാത്രമല്ല ഓപ്പോസിറ്റ് ആയിരിക്കും, ഒന്ന് അങ്ങോട്ടാണെങ്കിൽ മറ്റേ തിരിച്ച് ഇങ്ങോട്ടായിരിക്കും.
അതുകൊണ്ട് മൈനസും കൂടി എഴുതാൻ പറ്റും. FAB ഈക്വൽ ടു മൈനസ് FBA എന്ന് എഴുതാൻ പറ്റും. ഇത് നമുക്ക് പറയാൻ പറ്റുന്ന ഒരു പോയിന്റ് ആണ്, ഫോഴ്സ് ആൾവേസ് ഒക്കേഴ്സ് ഇൻ പെയർ. അപ്പൊ എപ്പോഴും ഈ നേച്ചറിൽ ഫോഴ്സ് ജോഡികളായിട്ടാണ് ഒക്കർ ചെയ്യുക അല്ലെ. അപ്പൊ നമ്മളൊരു ബോഡിയിലേക്ക് നമ്മളൊരു ഫോഴ്സ് കൊടുക്കുമ്പോൾ ആ ബോഡി തിരിച്ച് നമുക്കൊരു ഫോഴ്സ് തരുന്നുണ്ട്. അപ്പൊ എപ്പോഴും ഒരു ഫോഴ്സിന് ഒരു തിരിച്ചുള്ള ഫോഴ്സും കൂടി ഉണ്ടാവും. അതുകൊണ്ട് തന്നെ എപ്പോഴും ഫോഴ്സ് പെയർ ആയിട്ടാണ്, ജോഡികളായിട്ടാണ് ഉണ്ടാവുക. രണ്ടാമത്തെ ഒരു പോയിന്റ്, അത് ആദ്യത്തെ ആ സെന്റൻസ് അത്ര ഇമ്പോർട്ടന്റ് അല്ല, അത് ചോദിക്കാറൊന്നുമില്ല. ഫോഴ്സ് ആൾവേസ് ഒക്കർ ഇൻ പെയർ. രണ്ടാമത് നോക്കൂ, ദീസ് ഫോഴ്സസ് ആക്ട് ഓൺ ടു ഡിഫറെന്റ് ഒബ്ജക്ട് ആൻഡ് സോ ദേ നെവർ ക്യാൻസൽ ഈച്ച് അതർ. അത് പരീക്ഷയ്ക്ക് ചോദിച്ചൊരു സെന്റൻസ് ആണ്. നോക്കൂ, ഈ ഫോഴ്സുകൾ രണ്ട് ഒബ്ജക്റ്റിലാണ് ആക്ട് ചെയ്യുന്നത്, അതുകൊണ്ട് പരസ്പരം ക്യാൻസൽ ചെയ്യണില്ല. ഇപ്പൊ നമ്മള് പിന്നെ നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടാവും, നമ്മൾ ആദ്യത്തെ ക്ലാസ്സിൽ ഈ സന്തുലിത ബലം, ബാലൻസ്ഡ് ഫോഴ്സ് നമ്മളെ പിന്നെ പറഞ്ഞിരുന്നു. ഒരു ടഗ് ഓഫ് വാർ, ഒരു പിന്നെ നമ്മൾ പറഞ്ഞ ടഗ് ഓഫ് വാറിന്റെ ഒരു മത്സരം നടക്കുകയാണ്, വടംവലി മത്സരം. അപ്പൊ നമ്മൾ രണ്ട് ടീമും ഈ വടത്തിന് അങ്ങനെ വലിക്കാണ് ഓപ്പോസിറ്റ് സൈഡിലേക്ക്. അപ്പൊ രണ്ടുപേരും ഫോഴ്സ് കൊടുക്കുന്നുണ്ട്. ഈ രണ്ടുപേരും കൊടുക്കുന്ന ഫോഴ്സ് കൊണ്ട് എന്ത് ചെയ്യും, ഒന്നാമത്തെ ടീം കൊടുക്കുന്ന ഫോഴ്സിനെ മറ്റേ ടീം കൊടുക്കുന്ന ഫോഴ്സ് കൂടി ക്യാൻസൽ ചെയ്യാം. രണ്ടുപേരും ഈക്വൽ ഫോഴ്സ് കൊടുക്കുകയാണെങ്കിൽ അതാണ് ബാലൻസ്ഡ് ഫോഴ്സ്. അപ്പോൾ ആ രണ്ട് ഫോഴ്സും ക്യാൻസൽ ചെയ്ത് പോകും. അങ്ങനെ ടഗ് അവിടെ തന്നെ നിൽക്കും. അങ്ങനെയാണെങ്കിൽ നമ്മളിപ്പോ പിന്നെ ഇവിടെയും പറഞ്ഞത് അങ്ങനെയല്ല, ഈ ആക്ഷനും റിയാക്ഷനും എപ്പോഴും ഈക്വലും ഓപ്പോസിറ്റും അല്ലേ. അങ്ങനെ ആവുമ്പോൾ പിന്നെ അവിടെ ആ ഫോഴ്സുകൾ എപ്പോഴും ക്യാൻസൽ ചെയ്ത് പോകൂലേ എന്നാണ് ചോദ്യം. അത് ക്യാൻസൽ ചെയ്ത് പോകൂല. കാരണം എന്താ, മറ്റോടത്ത് നമ്മൾ പറഞ്ഞ ബാലൻസ്ഡ് ഫോഴ്സിന്റെ കേസിൽ രണ്ടും ഒരേ വസ്തുവിലാണ് കൊടുക്കുന്നത് അല്ലെ. ഒന്നാമത്തെ ടീം ഫോഴ്സ് കൊടുക്കുന്നതും ആ കയറിലാണ്, രണ്ടാമത്തെ ടീം ഫോഴ്സ് കൊടുക്കുന്നതും അതേ കയറിൽ തന്നെയാണ്. അതുകൊണ്ടാണ് ക്യാൻസൽ ചെയ്ത് പോയത്. ഇവിടെ ആക്ഷനും റിയാക്ഷനും എപ്പോഴും ഒരേ ഫോഴ്സിലാവണമെന്ന് നിർബന്ധമൊന്നുമില്ല. നോക്കൂ, ഇവിടെ എക്സാമ്പിൾ നമുക്ക് നോക്കാം. ഇപ്പൊ നമ്മൾ സ്വിമ്മിങ് കാണാൻ പറ്റും. സ്വിമ്മിങ് നമ്മൾ എന്താ ചെയ്യാ, നമ്മള് ദ സ്വിമ്മർ പുഷസ് ദി വാട്ടർ ബാക്ക്വേർഡ് അല്ലെ. ഈ നീന്തുന്ന ആള് വെള്ളത്തിനെ പിറകോട്ട് തള്ളും, അതാണ് അവിടുത്തെ ആക്ഷൻ. അപ്പൊ സ്വിമ്മർ ഏതുമല്ല ഫോഴ്സ് കൊടുക്കുന്നത്, വാട്ടറിലാണ് ഫോഴ്സ് കൊടുക്കുന്നത്. അപ്പൊ വാട്ടർ തിരിച്ച് സ്വിമ്മറിയും തള്ളും, മുന്നോട്ട് തള്ളും. അങ്ങനെയാണ് നമുക്ക് നീന്താൻ പറ്റുന്നത്. അപ്പോ ഇവിടെ സ്വിമ്മർ കൊടുക്കുന്ന ഫോഴ്സ് വാട്ടറിലാണ്, വാട്ടർ കൊടുക്കുന്ന ഫോഴ്സോ സ്വിമ്മറിലാണ്. രണ്ട് ബോഡിമേലാണ്, രണ്ടും ഒരേ ബോഡിയിലല്ല. ടഗ് ഓഫ് വാറിലും ഡിഫറൻസ് മനസ്സിലായില്ലേ. അതായത് പിന്നെ ബാലൻസ്ഡ് ഫോഴ്സിൽ നമ്മൾ പറഞ്ഞത് ഫോഴ്സ് ക്യാൻസൽ ചെയ്ത് പോകാനുള്ള കാരണം രണ്ടും ഒരേ വസ്തുവിലാണ് ഫോഴ്സ് കൊടുത്തത്. രണ്ട് ടീമും ഇപ്പൊ നമ്മളൊരു ഡെസ്കിന്റെ രണ്ട് സൈഡിൽ നിന്ന് രണ്ടാളുകൾ എടുത്തിട്ട് ഇങ്ങനെ ഫോഴ്സ് കൊടുക്കുകയാണെങ്കിൽ ഇപ്പൊ ഡെസ്ക് അവിടെ തന്നെ നിൽക്കും. കാരണം എന്താ, ഡെസ്കിന്റെ രണ്ടാളും ഫോഴ്സ് കൊടുക്കുന്നത് ഇതിന്മേൽ തന്നെയാണ്, ഒരേ വസ്തുവിലാണ്. അതുകൊണ്ട് ക്യാൻസൽ ചെയ്ത് പോകും. അത് ഈക്വലും ഓപ്പോസിറ്റും ആണെങ്കിൽ ക്യാൻസൽ ചെയ്ത് പോകും. ഇവിടെ നമ്മൾ പറഞ്ഞത് ഈ ആക്ഷൻ ഫോഴ്സും റിയാക്ഷൻ ഫോഴ്സും എപ്പോഴും വേറെ വേറെ ഒബ്ജക്റ്റിലാണ് ആക്ട് ചെയ്യുക. അതുകൊണ്ട് ആക്ഷനും റിയാക്ഷനും ഒരിക്കലും ക്യാൻസൽ ചെയ്ത് പോകൂല. പരീക്ഷയ്ക്ക് ഇങ്ങനെയാണ് ചോദ്യം ചോദിച്ചത്, ആക്ഷൻ ആൻഡ് റിയാക്ഷൻ ആർ ആൾവേസ് ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ബട്ട് ദേ ഡു നോട്ട് ക്യാൻസൽ ഈച്ച് അതർ. വൈ? ഈ ആക്ഷനും റിയാക്ഷനും എപ്പോഴും ഈക്വലോ ഓപ്പോസിറ്റ് ആണെങ്കിൽ പോലും എന്തുകൊണ്ടാണ് അത് ക്യാൻസൽ ചെയ്ത് പോകാത്തത് എന്നാണ് ചോദിച്ചത്. കാരണം ബിക്കോസ് ദേ ആക്ട് ഓൺ ടു ഡിഫറെന്റ് ഒബ്ജക്ട്സ്, ദാറ്റ് ഈസ് വൈ ദേ നെവർ ക്യാൻസൽ ഈച്ച് അതർ. ഇനി നമ്മൾ അവസാനമായിട്ട് മറ്റൊരു കാര്യം കൂടി പറയാനുള്ളത്, ദേ മെ നോട്ട് പ്രൊഡ്യൂസ് ആക്സലേഷൻ ഓഫ് സെയിം മാഗ്നിറ്റ്യൂഡ്. ഈ ആക്ഷനും റിയാക്ഷനും ഒരേ മാഗ്നിറ്റ്യൂഡുള്ള ആക്സലേഷൻ തന്നെ പ്രൊഡ്യൂസ് ചെയ്യണം എന്ന് നിർബന്ധമൊന്നുമില്ല. നോക്കൂ, ഇതിനൊരു എക്സാമ്പിൾ നമുക്ക് എങ്ങനെ പറയാൻ ചോദിച്ചാൽ, ഇപ്പോ പിന്നെ ന്യൂട്ടന്റെ തേർഡ് ലോ പ്രകാരം ഏതൊരു ആക്ഷനും ഏതൊരു ഫോഴ്സിനും തിരിച്ചൊരു ഫോഴ്സ് വരും. അതാണല്ലോ ന്യൂട്ടന്റെ തേർഡ് ലോ പറയണത്. അപ്പോ നമുക്കിപ്പോ ഒരു പിന്നെ എർത്ത് ഒരു മാംഗോനെ അട്രാക്ട് ചെയ്ത് നമുക്ക് അസ്യൂം ചെയ്യാം. അപ്പൊ എർത്ത് മാംഗോനെ മുകളിലുള്ള നമ്മളെ മാവിലുള്ള മാംഗോ ട്രീയിലുള്ള ഒരു മാംഗോനെ താഴത്തേക്ക് വലിക്കുകയാണ്. 1 കിലോഗ്രാം. അപ്പൊ ഒരു വാല്യൂ ഉണ്ട്. ഒരു എക്സാമ്പിൾ, ഒരു 10 ന്യൂട്ടൺ ഫോഴ്സ് ഉപയോഗിച്ചിട്ട് ആണ് നമ്മൾ അതിന് താഴേക്ക് വലിക്കുന്നത്, ഭൂമി താഴേക്ക് വലിക്കുന്നത് അസ്യൂം ചെയ്യും. അങ്ങനെയാണെങ്കിൽ തീർച്ചയായിട്ടും ന്യൂട്ടന്റെ തേർഡ് ലോ പ്രകാരം ഈ മാംഗോ ഭൂമിന് മുകളിലേക്ക് വലിക്കണം അല്ലെ. മാംഗോ പിന്നെ ഭൂമിയെ മുകളിലേക്ക് വലിക്കണം. കാരണം ഭൂമി മാംഗോനെ താഴേക്ക് വലിക്കുന്നുണ്ട്. അതേ ഫോഴ്സ് ഉപയോഗിച്ചിട്ട് തന്നെ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ പിന്നെ റിയാക്ഷൻ ഫോഴ്സ് അവിടെ വരണം. അപ്പൊ മാംഗോ ഭൂമിനെ മുകളിലേക്ക് വലിക്കണം. നമ്മൾ സാധാരണ മാംഗോ താഴേക്ക് വരുന്നതേ കണ്ടിട്ടുള്ളൂ, ഭൂമി മുകളിലേക്ക് പോകുന്നത് നമ്മൾ കണ്ടിട്ടില്ല. അത് എന്തുകൊണ്ടാണ് അങ്ങനെ കാണാത്തത്? ബിക്കോസ് എന്താണ്, ആക്സലേഷൻ സെയിം മാഗ്നിറ്റ്യൂഡ് ആവണമെന്നില്ല. കാരണം എന്തുകൊണ്ട് അങ്ങനെ ഒരേ മാഗ്നിറ്റ്യൂഡ് ഉണ്ടാവാത്ത വെച്ചാൽ മാസ് ഡിഫറെന്റ് ആണ് അല്ലെ. എർത്തിന്റെ മാസ് അല്ല മാംഗോന്റെ മാസ്, രണ്ടും ഡിഫറെന്റ് ആണ്. അപ്പൊ അതുകൊണ്ട് മാസ് കൂടുന്ന വസ്തുവിന്റെ ആക്സലേഷൻ എപ്പോഴും കുറവായിരിക്കും. ഭൂമിയുടെ മാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ഹ്യൂജ് ആണ്, വളരെ വലിയൊരു വാല്യൂ ആണ് മാംഗോന്റെ മാസ് ഒക്കെ വെച്ച് നോക്കുമ്പോൾ. അപ്പൊ അതുകൊണ്ട് തന്നെ മാംഗോന്റെ ആക്സലേഷൻ നമുക്ക് ഫീൽ ചെയ്യുള്ളൂ, ഭൂമിയുടെ ആക്സലേഷൻ നമുക്ക് കാണാൻ പറ്റില്ല. അപ്പോൾ ആക്ഷൻ റിയാക്ഷൻ ഫോഴ്സ് ഈക്വൽ ആണ്, പക്ഷെ ആക്സലേഷൻ സെയിം ആവണം എന്ന് നിർബന്ധമൊന്നുമില്ല. കുറച്ച് എക്സാമ്പിൾസ് ആണ്. വാക്കിംഗ്, വാക്കിങ്ങിൽ നമ്മൾ എന്താ ചെയ്യുക, നമ്മൾ ഗ്രൗണ്ടിനെ ബാക്കോട്ട് തള്ളും, അപ്പൊ ഗ്രൗണ്ട് നമ്മളെ മുന്നോട്ട് തള്ളും. അവിടെ ആക്ഷൻ ഫോഴ്സ് എന്താണ്,
the walker അല്ലെങ്കിൽ the man pushes the ground backward. അപ്പോൾ അവിടുത്തെ റിയാക്ഷൻ എന്താ? The ground pushes the man forward. സ്വിമ്മിങ്ങിൽ അവിടെ ആക്ഷൻ ഫോഴ്സ് എന്താ? The swimmer pushes the water in the backward direction. അപ്പോൾ അവിടുത്തെ റിയാക്ഷൻ the water exerts a force on the swimmer in the forward direction. റീകോയിലിംഗ് ഓഫ് ഗൺ, എന്താ റീകോയിലിംഗ് ഓഫ് ഗൺ എന്ന് പറഞ്ഞാൽ പിന്നെ നമ്മള് പിന്നെ ഇവിടെ ഒരു ഗൺ എടുത്തിട്ട് പിന്നെ ഫയർ ചെയ്യാണ്. അപ്പൊ അങ്ങനെ ഫയർ ചെയ്യുമ്പോൾ ഈ ഗണ്ണ് ബുള്ളറ്റിനെ, തോക്കിന്റെ ഉള്ളിലെ ഉണ്ടനെ മുന്നിലേക്ക് പുഷ് ചെയ്യും, ഒരു ഫോഴ്സ് കൊടുക്കും. അപ്പോൾ തീർച്ചയായിട്ടും ആ ബുള്ളറ്റ് ഗണ്ണിന് ബാക്കോട്ട് ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ അതിന് ഒരു ഫോഴ്സ് കൊടുക്കുന്നുണ്ടാവും. അപ്പോൾ ഈ ഗണ്ണ് ബാക്കോട്ട് വരാനുള്ള സാധ്യതയുണ്ട്. അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എപ്പോഴും ഷോൾഡറിലൊക്കെ ടച്ച് ചെയ്തിട്ടാണ് സാധാരണ ഇങ്ങനത്തെ വലിയ ഗണ്ണുകൾ ഉപയോഗിച്ചിട്ട് നമ്മൾ ഫയർ ചെയ്യുക. കാരണം ഗണ്ണ് ഇങ്ങനെ ബാക്കോട്ട് വരും, ആ ബാക്കോട്ട് വരുന്നതിനാണ് റീകോയിലിംഗ് ഓഫ് ഗണ്ണ് എന്ന് വിളിക്കുക. റോക്കറ്റ് പ്രൊപ്പൽഷനിൽ എന്ത് ചെയ്യും? റോക്കറ്റ് മുകളിലേക്ക് പോകുമ്പോൾ അതിന്റെ പിന്നെ എയറിനെ അല്ലെങ്കിൽ അതിന്റെ പിന്നെ ഇത് നമ്മൾ ബാക്കിലേക്ക് അടിയിലേക്ക് വിടും, എയർ താഴേക്ക് വരും. അപ്പൊ എയർ നേരെ തിരിച്ച് എയർ റോക്കറ്റിന്റെ മുകളിലേക്ക് തള്ളും. ഇങ്ങനെ കുറെ എക്സാമ്പിൾസ് നമുക്ക് പറയാൻ പറ്റും. അപ്പോൾ ഇന്നത്തെ ക്ലാസ് നമ്മൾ ഇവിടെ നിർത്തുകയാണ്. ഇവിടെ നമ്മൾ പറഞ്ഞത് ന്യൂട്ടന്റെ സെക്കൻഡ് ലോയും തേർഡ് ലോയും ആണ് മെയിൻ ആയിട്ട് പറഞ്ഞത്, പിന്നെ ഇമ്പൾസ് മൊമെന്റ് തിയറും. അപ്പൊ പരീക്ഷയ്ക്ക് നിങ്ങൾ സ്റ്റേറ്റ്മെന്റ് ഓഫ് ന്യൂട്ടൺ സെക്കൻഡ് ലോ, അതിന്റെ മാത്തമാറ്റിക്കൽ ഫോം, അതേപോലെ ഇമ്പൾസ് മൊമെന്റ് തിയറം, ഇത്രയും കാര്യങ്ങളൊക്കെ നന്നായിട്ട് നോക്കുക. എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ ചോദിക്കുക. ഓക്കെ, താങ്ക് യു.